34 കോടി ജനങ്ങൾക്ക് 50 കോടി തോക്ക്. 2 വയസ്സുകാരന്റെ വെടിയേറ്റ് പിതാവ് മരിക്കുന്ന കാലം. മതവാദികളും ട്രാൻസ്ജെൻഡറുകളും ഇടതു വലത് ആക്ടിവിസ്റ്റുകളും ഒരുപോലെ തോക്കെടുക്കുന്നു. ഒടുവിലത്തെ ഇര ട്രംപിന്റെ വിജയശില്പി ചാർലി കിർക്ക്. US രാഷ്ട്രീയത്തിൽ വീണ്ടും ചൊരക്കളി. അറിയാം അമേരിക്കയുടെ തോക്ക് സംസ്കാരത്തെക്കുറിച്ച് ഇൻഡെപ്തിലൂടെ. അഫ്ഗാനിസ്ഥാനിൽ യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ US താമസിക്കുന്നതാണ് അപകടകരം. രണ്ടിടത്തെയും മരണനിരക്കുകൾ താരതമ്യം ചെയ്ത് നോം ചോസ്കി മുമ്പ് നടത്തിയൊരു കമന്റ് ഏറെ വിവാദമായിരുന്നു. ഇപ്പോൾ US വെടിവെപ്പുകൾ തുടർക്കഥയാകുമ്പോൾ ട്വിറ്ററിൽ ഈ കമന്റും ട്രെൻഡിംഗ് ആണ്. അമേരിക്കൻ വലതുപക്ഷ യാഥാസ്ഥിതിക രാഷ്ട്രീയത്തിന്റെ ഭാവി മുഖമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭാവി അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പോലും വിലയിരുത്തപ്പെട്ട വ്യക്തിയായിരുന്നു യൂറ്റാ വാലി സർവകലാശാലയിൽ വെച്ച് ഏതാണ്ട് 3000 പേരുടെ കൺമുന്നിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ട ചാർലി കിർക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി എന്ന നിലയിലും യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് USAയുടെ സ്ഥാപകൻ എന്ന നിലയിലും അമേരിക്കൻ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. മരിച്ചു വീഴുന്നതിന് തൊട്ടു മുൻപ് US ട്രാൻസ്ജെൻഡർ കൂട്ട വെടിവെപ്പുകളെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് കിർക്ക് മറുപടി നൽകിയിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ എത്ര ട്രാൻസ്ജെൻഡർ അമേരിക്കക്കാർ കൂട്ട വെടിവെപ്പുകാരായിട്ടുണ്ട് എന്ന് താങ്കൾക്കറിയാമോ എന്ന ചോദ്യത്തിന് അത് ഒരുപാട് കൂടുതലായിരുന്നു എന്നാണ് കിർക്ക് മറുപടി പറഞ്ഞത്. തൊട്ടു പിന്നാലെയാണ് വെടിയേച്ച കേട്ടതെന്ന് യൂറ്റാ മുൻ കോൺഗ്രസ് അംഗം ജേസൺ ഷാഫെറ്റ്സ് പറയുന്നു. ഒരു തവണ മാത്രമാണ് വെടിയുതിർത്തത്. ഈ പരിപാടിയിൽ 6 ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 47,000 വിദ്യാർത്ഥികളുള്ള യൂറ്റായിലെ യൂറ്റാ വാലി യൂണിവേഴ്സിറ്റി ആക്രമണത്തെ തുടർന്ന് അടച്ചു. കിർക്കിനെ പ്രഭാഷണത്തിന് ക്ഷണിച്ചതിനെതിരെ ക്യാമ്പസിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹത്തെ വിലക്കണമെന്നാവശ്യപ്പെട്ട 1000-ഓളം ആളുകൾ ഒപ്പിട്ടൊരു നിവേദനം സർവകലാശാലയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ സർവകലാശാല അധികൃതർ പരിപാടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. US രാഷ്ട്രീയത്തിൽ ഇടക്കാലത്തിന് ശേഷം ചോര കലരുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ വർഷം ആദ്യം മിനസോട്ടയിലെ 2 ഡെമോക്രാറ്റിക് നിയമസഭാംഗങ്ങളെ വീടുകളിൽ വെടിവെപ്പ് ഉണ്ടാവുന്നതിൽ ഒരാൾ മരിക്കുന്നു. കഴിഞ്ഞ വർഷം ഡൊണാൾഡ് ട്രംപ് 2 തവണ വധശ്രമത്തിന് ഇരയായി. പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന ഒരു ഔട്ട്ഡോർ റാലിയിൽ അദ്ദേഹത്തിന് നേരെ നടന്ന വെടിവെപ്പും ഇപ്പോൾ കിർക്കിന്റെ കൊലയും തുറന്ന വേദിയിലായിരുന്നു. 2 വർഷം മുൻപ് ഒരു പ്രമുഖ ഡെമോക്രാറ്റും അന്നത്തെ സ്പീക്കറുമായി നാൻസി പെലോസിയുടെ വീട്ടിൽ ചുറ്റികയെടുത്തൊരു ആക്രമി അതിക്രമിച്ചു കയറിയിരുന്നു. 2017 വടക്കൻ വിർജീനിയയിലെ ഒരു ബേസ്ബോൾ മൈതാനത്ത് പരിശീലനം നടത്തിയിരുന്ന റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗങ്ങൾക്ക് നേരെയും വെടിവെപ്പുണ്ടായി. ഇതെല്ലാം കൂട്ടി വായിച്ചാണ് അമേരിക്കൻ രാഷ്ട്രീയം വീണ്ടും രക്തച്ചൊരിച്ചിലേക്ക് പോകുന്നുവെന്ന് BBC അടക്കം വിലയിരുത്തുന്നത്. മതവാദികളും ട്രാൻസ്ജെൻഡറുകളും ഇടതു വലത് തീവ്രവാദികളും ഒരുപോലെ തോക്കെടുക്കുകയാണ്. അമേരിക്കരുടെ ഏറ്റവും വലിയ ഭീതിയാണ് സ്കൂൾ വെടിവെപ്പുകൾ. ഈ സംഭവങ്ങളിൽ മിക്കതിലും കൊലയാളികൾ ഭ്രാന്തന്മാരായ യുവാക്കളായിരുന്നു. ഇപ്പോൾ തീവ്ര വലതുപക്ഷവാദികളായ ചാർലി കിർക്കിന്റെ കൊലയും സ്വതവേ അസ്വസ്ഥരായ അയാളുടെ അണികളിൽ തീ പടർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം 2022 ശേഷം അമേരിക്കയുടെ തോക്ക് നിയമത്തെക്കുറിച്ചും ചർച്ചകൾ ഉയരുകയാണ്. ആർക്കും തോക്ക് വാങ്ങിക്കാൻ കഴിയുമെന്ന അവസ്ഥ മാറ്റണമെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ വീണ്ടും എഴുതുകയാണ്. തീർത്തും അവിശ്വസനീയമാണ് അമേരിക്കയിലെ തോക്ക് സംസ്കാരം. 34 കോടിയിലേറെ ജനങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിൽ 50 കോടിയോളം ചെറുതും വലുതുമായ തോക്കുകൾ ഉണ്ട് എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. 2023 സർവേ പ്രകാരം 32% അമേരിക്കക്കാർക്കും കുറഞ്ഞതൊരു തോക്കെങ്കിലും സ്വന്തമായുണ്ട്. 1994 മുതൽ 2023 വരെ അമേരിക്കയിൽ 22% തോക്ക് ഉടമസ്ഥത വർദ്ധിച്ചു. ഇതിൽ സ്ത്രീകളുടെ ഉടമസ്ഥത 13.6% വർദ്ധിച്ചു. 2022 നടത്തിയ ഒരു പഠനം പറയുന്നത് കഴിഞ്ഞ 20 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ തോക്ക് മൂലം രാജ്യത്ത് ഏകദേശം 20,000 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. US തോക്കുകൾ വാങ്ങുന്നത് എളുപ്പമാണ്. ആയിരക്കണക്കിന് കടകളിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നത് പോലെ തോക്കുകൾ വാങ്ങാം. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും തോക്കുകൾ കുട്ടികളുടെ കയ്യിൽ വരെ എത്താം. ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായി തോക്ക് വാങ്ങാൻ US ഒരാൾക്ക് ലൈസൻസ് ആവശ്യമില്ല. ഫോറം പൂരിപ്പിച്ചുകൊണ്ട് വിവരങ്ങൾ നൽകിയാൽ മതി. വിവരങ്ങൾ പൂരിപ്പിച്ചതിന് മിനിറ്റുകൾക്കുള്ളിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പരിശോധന നടത്തുകയും തോക്ക് വാങ്ങുന്നയാളുടെ ഇത് കൈകളിലെത്തുകയും ചെയ്യും. 2022 ശേഷമുള്ള ഭേദഗതി പ്രകാരം അമേരിക്കയിൽ ഒരു തോക്ക് വാങ്ങാനുള്ള മാനദണ്ഡങ്ങൾ ഫെഡറൽ നിയമങ്ങൾക്കും സംസ്ഥാന നിയമങ്ങൾക്കും അനുസൃതമാണ്. ഇപ്പോൾ ഹാൻഡ് ഗൺ അഥവാ പിസ്റ്റൽ, റിവോൾവർ വാങ്ങാൻ കുറഞ്ഞത് 21 വയസ്സ് വേണം. റൈഫിൾ, ഷോട്ട് ഗൺ ഒക്കെ വാങ്ങാൻ 18 വയസ്സ് മാത്രം മതി. തോക്ക് വാങ്ങുന്നതിന് മുൻപ് നാഷണൽ ഇൻസ്റ്റന്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് വഴി പശ്ചാത്തല പരിശോധന നിർബന്ധമാണ്. ക്രിമിനൽ കേസുകൾ, മാനസിക രോഗങ്ങൾ, ഡ്രഗ് ഉപയോഗം, ദോഷകരമായ പെരുമാറ്റം തുടങ്ങിയവയുണ്ടെങ്കിൽ തോക്ക് വാങ്ങാൻ സാധിക്കില്ല. ഓരോ സംസ്ഥാനത്തിന്റെയും നിയമങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഉദാഹരണമായി കാലിഫോർണിയയിൽ തോക്ക് വാങ്ങാൻ കർശനമായ പശ്ചാത്തല പരിശോധനയും 10 ദിവസത്തെ കാത്തിരിപ്പ് കാലവുമുണ്ട്. എന്നാൽ ടെക്സസിൽ നിയന്ത്രണങ്ങൾ കുറവാണ്.
തോക്ക് കൊണ്ടുപോകുന്നതും ചില സംസ്ഥാനങ്ങളിൽ അനുവദനീയമാണ്. എന്നാൽ പൊതുസ്ഥലങ്ങൾ, സ്കൂളുകൾ, സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയിൽ നിയന്ത്രണങ്ങൾ കർശനമാണ്. പക്ഷേ ഈ പരിശോധനയെല്ലാം പുഷ്പം പോലെ മറികടക്കാനുള്ള കുറുക്കുവഴികളുണ്ട്. FBI വെബ്സൈറ്റ് അനുസരിച്ച് കഴിഞ്ഞ ഒരു ദശകത്തിൽ 10 കോടി കേസുകളിൽ അന്വേഷണം നടത്തുകയും 7 ലക്ഷം പേർ മാത്രമേ തോക്ക് വാങ്ങാൻ യോഗ്യരല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളൂ. അതായത് മൊത്തം കേസുകളുടെ 1% താഴെയാണ് അയോഗ്യരായിട്ടുള്ളത്. തോക്കുകളും അമേരിക്കയും ഏതാണ്ട് ഒരേ സമയത്താണ് ജനിച്ചത് എന്നാണ് പറയുക. പരസ്പരം പോരടിക്കുന്ന ബന്ധുക്കളെ പോലെ അവർ വളർന്നു. തോക്കുകളില്ലാതെ അമേരിക്കൻ വിപ്ലവം വിജയിക്കുമായിരുന്നില്ല. ഐക്യനാടുകൾ ഒരു കാർഷിക രാഷ്ട്രമായിരുന്ന കാലത്താണ് വേട്ടയാടലും ഒപ്പം തോക്ക് സംസ്കാരവും ഉടലെടുത്തത്. മുൻപ് കന്നുകാലി പരിപാലനം അമേരിക്കൻ ജനതയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു. കന്നുകാലി മോഷണം വ്യാപകമായിരുന്ന ആ കാലത്ത് കർഷകർക്ക് തോക്ക് പോലെയുള്ള ആയുധങ്ങൾ ആവശ്യമായിരുന്നു. മാത്രമല്ല, ജോലികൾക്കായി ഉപയോഗിച്ചിരുന്ന അടിമകളെ അച്ചടക്കം പഠിപ്പിക്കാനും അവരുടെ വ്യാപാരം നിയന്ത്രിക്കാനും അമേരിക്കക്കാർ തോക്കുകൾ ഉപയോഗിച്ചിരുന്നു. പഴയകാല അമേരിക്കൻ ചരിത്രം പരിശോധിച്ചാൽ അന്നത്തെ ജനതയിൽ വലിയൊരു ശതമാനവും സാക്ഷരതയും പൗരബോധവും കുറഞ്ഞവരായിരുന്നു. വിദേശ സൈന്യങ്ങളിൽ നിന്നും ശത്രുക്കളായ തദ്ദേശീയരിൽ നിന്നും സ്വയം രക്ഷിക്കാൻ അമേരിക്കക്കാർ ആയുധങ്ങളെ ആശ്രയിച്ചിരുന്നതിൽ നിന്നാണ് മിലീഷ്യ എന്ന ആശയം ഉരുത്തിരിഞ്ഞത്. അന്ന് എത്ര പേർ ആയുധം ഉപയോഗിക്കാൻ പ്രാപ്തരാകുന്നു എന്നതിനെ ആശ്രയിച്ചായിരുന്നു അവരുടെ അതിജീവനം. അമേരിക്കൻ വിപ്ലവത്തിന് മുൻപ് മുഴുവൻ സമയ സൈന്യത്തെ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ സായുധരായ പൗരസൈനികർ ഉത്തരവാദിത്തം വഹിച്ചു. സ്വന്തം വെടിക്കോപ്പുകളും ആയുധങ്ങളും നൽകുന്നത് ഉൾപ്പെടെയുള്ള മിലീഷ്യയിലെ സേവനം എല്ലാ പുരുഷന്മാർക്കും നിർബന്ധമായിരുന്നു. ആ കാലമാണ് അമേരിക്കയിൽ തോക്ക് സംസ്കാരത്തിന് തുടക്കം കുറിച്ചത്. 19ാം നൂറ്റാണ്ടിൽ കൗബോയ് കൾച്ചർ വേരുപിടിച്ചതോടെ തോക്ക് അന്തസ്സിന്റെയും പുരുഷത്വത്തിന്റെയും ലക്ഷണമാവുന്നുണ്ട്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറിയിട്ടും സ്വയരക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ കുട്ടികളുടെ കയ്യിൽ വരെ കളിപ്പാട്ടങ്ങളായി എത്തുന്നു എന്നുള്ളതാണ് വിമർശനം. അനിയന്ത്രിതമായ തോക്ക് ഉപയോഗത്തിന്റെ കാരണങ്ങളിൽ പ്രധാനം 1791 നടന്ന അമേരിക്കൻ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഇതനുസരിച്ച് ആളുകൾക്ക് സ്വയരക്ഷയ്ക്കായി തോക്ക് കൈവശം സൂക്ഷിക്കാം. 1776 അമേരിക്കയ്ക്ക് ലഭിച്ച സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അവർ തങ്ങളുടെ എല്ലാ പൗരന്മാരെയും പട്ടാളക്കാർക്ക് തുല്യമായാണ് കരുതുന്നത്. അതുകൊണ്ട് തോക്കുപയോഗം അവർ രാജ്യസംരക്ഷണത്തിന്റെ ഭാഗമായി കൂടി കാണുന്നു എന്ന് വേണം കരുതാൻ. അമേരിക്കയിൽ തോക്ക് നിയന്ത്രണത്തിനുള്ള ആവശ്യം വളരെ കാലമായി നിലനിൽക്കുന്നുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളും തോക്ക് നിയമങ്ങൾ കർശനമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അവർ അവരുടെ ശ്രമങ്ങളിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതിന് പിന്നിൽ ശക്തമായ ഒരു തോക്ക് ലോബിയുണ്ട്. 1871 മുതൽ നാഷണൽ റൈഫിൾ അസോസിയേഷൻ എന്ന പേരിൽ ശക്തമായ ഒരു സംഘടനയുണ്ട്. അത് 1934 മുതൽ ദുർബലമായ തോക്ക് നിയമങ്ങൾക്കായി രാഷ്ട്രീയ ലോബിയിൽ നേരിട്ട് ഏർപ്പെട്ടിട്ടുണ്ട്. അസോസിയേഷന് വേണ്ടി സംഭാവന ചെയ്യുന്ന ഏകദേശം 50 ലക്ഷം NRI അംഗങ്ങൾ ഉണ്ടെങ്കിലും ധനസഹായത്തിന്റെ ഒരു പ്രധാന ഭാഗം തോക്ക് നിർമ്മാണ കമ്പനികളിൽ നിന്നാണ്. തോക്കുകൾ കൈവശം വയ്ക്കുന്നതിനെതിരെ കർശനമായ നിയമം ഉണ്ടാക്കുന്നതിനുള്ള ഏതൊരു ശ്രമത്തെയും ഇവർ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. 2020 ഏകദേശം $250 മില്യൺ ചെലവഴിച്ചതിൽ നിന്നും ഈ തോക്ക് ലോബിയുടെ സ്വാധീനം മനസ്സിലാക്കാൻ കഴിയുമെന്ന് ന്യൂയോർക്ക് ടൈംസ് എഴുതുന്നുണ്ട്. ഇത് രാജ്യത്തെ എല്ലാ തോക്ക് നിയന്ത്രണ ഗ്രൂപ്പുകളും ഒരുമിച്ച് ചെലവഴിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ്. സെനറ്റ് അംഗങ്ങൾക്ക് NRI ധനസഹായം നൽകുന്നു. തോക്കുകൾ വാങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ചില ഭരണപരമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതിന് ഒബാമ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തോക്ക് ലോബിയിൽ നിന്നും ധാരാളം വിമർശനങ്ങൾ നേരിട്ടു. തോക്കുകൾ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ 2022 പ്രസിഡന്റ് ജോ ബൈഡൻ പുനരാരംഭിച്ചപ്പോഴും ഉടക്കിട്ടവർ ഇവർ തന്നെയാണ്. 2022 18 വിദ്യാർത്ഥികളും 3 മുതിർന്നവരുമടക്കം 21 പേർ കൊല്ലപ്പെട്ട ടെക്സസിലെ സ്കൂൾ വെടിവയ്പ്പിനെ തുടർന്ന് തോക്ക് നയത്തിൽ കാര്യമായ മാറ്റം വരുത്താനുള്ള ശ്രമം അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയിരുന്നു. ആക്രമണങ്ങൾ മനം മടുത്തുവെന്നാണ് ജോ ബൈഡൻ അന്ന് പ്രതികരിച്ചത്. പക്ഷേ ഗൺ ലോ മാറ്റാൻ ഭരണഘടനാ ഭേദഗതി വേണം. അമേരിക്കയിൽ ഭരണഘടനാ ഭേദഗതി നടത്താൻ പലതരം പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അമേരിക്കൻ സെനറ്റ് അംഗങ്ങളിൽ 100 പേരും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിൽ നിന്ന് 435 പേരുമാണുള്ളത്. ഏതെങ്കിലും ബിൽ പാസ്സാക്കാൻ അവർക്ക് 3-2 പേരുടെയെങ്കിലും ഭൂരിപക്ഷം വേണം. കൂടാതെ അമേരിക്കയുടെ 50 സംസ്ഥാനങ്ങളിൽ നിന്നും 3-2 ഭൂരിപക്ഷം ഉണ്ടാകുന്നുവെങ്കിൽ മാത്രമേ എക്സിക്യൂട്ടീവ് ഹെഡായ പ്രസിഡന്റിന് പുതിയ നിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാൻ സാധിക്കൂ. 2 പാർട്ടികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് ഇപ്രകാരം 3-2 ഭൂരിപക്ഷം ലഭിക്കുന്നത് അസാധ്യമായ കാര്യവുമാണ്. അമേരിക്കൻ റൈഫിൾ അസോസിയേഷൻ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വലിയ പിന്തുണ നൽകുന്ന ഒന്നാണ്. 2022 ടെക്സസ് വെടിവെപ്പ് സമയത്ത് ട്രംപ് പറഞ്ഞത് തോക്കുകൾക്ക് നിയന്ത്രണം വേണ്ട എന്നും ഇത് സംഭവിക്കാൻ ഇടയായതിന് പിന്നിലെ സാഹചര്യം മനസ്സിലാക്കി അതാണ് നിയന്ത്രിക്കേണ്ടത് എന്നുമാണ്. കുടുംബാന്തരീക്ഷത്തിലെ അസ്വസ്ഥതകളാണോ, മാതാപിതാക്കൾ കുട്ടികൾക്ക് മേൽ ചെലുത്തുന്ന സമ്മർദ്ദങ്ങളാണോ, കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് കുട്ടികൾ തോക്ക് ഉപയോഗിക്കുമ്പോൾ പഠിക്കേണ്ടതെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നത്. കഴിഞ്ഞ വർഷം
പെൻസിൽവേനിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ വെച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ആക്രമിക്കപ്പെട്ടത് ലോകത്തെ ഞെട്ടിച്ചിരുന്നു. പ്രസിഡന്റിനും പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കും നേരെയുള്ള വധശ്രമങ്ങളും കൊലപാതകങ്ങളും അമേരിക്കയ്ക്ക് പുതുമയുള്ള കാര്യമല്ല. ശരിക്കും ചോരയിൽ കുളിച്ച് തന്നെയാണ് US രാഷ്ട്രീയവും വളർന്നത്. അമേരിക്കയെ മാത്രമല്ല ലോകത്തെ തന്നെ നടുക്കിയ സംഭവമായിരുന്നു അടിമത്ത നിരോധനത്തിലൂടെ ചരിത്രം കുറിച്ച US പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ വധം. കൊല്ലപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കണും ഭാര്യ മേരി ടോഡ് ലിങ്കണും 1965 ഏപ്രിൽ 13 വാഷിംഗ്ടണിലെ ഫോർട്സ് തിയേറ്ററിൽ നിന്നും ഔ അമേരിക്കൻ കസിൻ എന്ന കോമഡി പെർഫോമൻസ് കാണുന്നതിനിടെയായിരുന്നു ആക്രമണം. ജോൺ വിൽക്കിസ് ബൂത്ത് എന്നയാളായിരുന്നു വെടിവയ്പ്പിന് പിന്നിൽ. കറുത്ത വർഗ്ഗക്കാരെ പിന്തുണയ്ക്കുന്ന ലിങ്കന്റെ നിലപാടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. തിയേറ്ററിന്റെ പിന്നിലെ വാതിൽ തുറന്നെത്തിയ കൊലപാതകി ലിങ്കന്റെ തലയ്ക്ക് പിന്നിലേക്ക് വെടിയുതിർത്തു. ചെവിക്ക് പിന്നിൽ തലയോട്ടിയും തുളച്ച് തലച്ചോറിലൂടെ അത് കടന്നുപോയി. ലിങ്കൻ ഉടൻ തന്നെ നിലംപതിച്ചു. സ്വാതന്ത്ര്യമെന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു കൊലപാതകി ബൂത്ത് രക്ഷപ്പെട്ടത്. 12 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 26 ബൂത്തിനെ പോലീസ് പിടികൂടുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കയിൽ പദവിയിലിരിക്കെ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ പ്രസിഡന്റായിരുന്നു ജെയിംസ് ഗാർഫീൽഡ്. 1881 ജൂലൈ 2 വാഷിംഗ്ടണിലെ ട്രെയിൻ സ്റ്റേഷനിൽ വെച്ചാണ് വെടിയേറ്റ് മരിച്ചത്. ന്യൂ ഇംഗ്ലണ്ടിലേക്ക് ട്രെയിൻ കയറാൻ നിൽക്കുമ്പോഴായിരുന്നു ചാൾസ് ഗിറ്റിയു എന്നയാൾ വെടിയുതിർത്തത്. മാരകമായി പരിക്കേറ്റ അദ്ദേഹം ആഴ്ചകളോളം വൈറ്റ് ഹൗസിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നെങ്കിലും സെപ്റ്റംബറിൽ മരണത്തിന് കീഴടങ്ങി. കൊലയാളി ഗിറ്റിയു ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. 1880 റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ നോമിനേഷനിൽ അദ്ദേഹം ഗാർഫീൽഡിന്റെ എതിർചേരിയിലായിരുന്നു. തന്നെ യൂറോപ്യൻ കൗൺസിൽഷിപ്പിൽ നിയമിക്കാൻ പ്രസിഡന്റ് വിസമ്മതിച്ചതാണ് കൊലയ്ക്ക് പ്രകോപനം. ഗിറ്റിയു ആഴ്ചകളോളം ഗാർഫീൽഡിനെ പിന്തുടർന്നാണ് അയാൾ കൊല നടത്തിയത്. പ്രസിഡന്റ് മരിച്ച ദിവസം ഗിറ്റിയു പറഞ്ഞത് അത് കൊലപാതകമല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്നാണ്. തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോഴും ദൈവം തന്നെ കൊണ്ട് ചെയ്യിച്ചു എന്നായിരുന്നു കൊലപാതകയുടെ മറുപടി. സാമ്പത്തിക മാന്ദ്യത്തിന് കാരണക്കാരൻ എന്ന പേരിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. യുഎസിന്റെ 25ാമത് പ്രസിഡന്റ് വില്യം മക്കിൻലിയുടെ കൊലപാതകം അങ്ങനെയാണ്. 1901 സെപ്റ്റംബർ 6 ന്യൂയോർക്കിലെ ബുഫാലോയിൽ സ്ഥിതി ചെയ്യുന്ന ടെമ്പിൾ ഓഫ് മ്യൂസിക്കിൽ പ്രസംഗിച്ച് മടങ്ങുകയായിരുന്നു അദ്ദേഹം. ആളുകൾക്ക് കൈകൊടുത്ത് നടന്നു പോകുന്നതിനിടെയായിരുന്നു പോയിന്റ് ബ്ലാങ്കിൽ നെഞ്ചിലേക്ക് ഒരാൾ 2 തവണ വെടിയുതിർത്തത്. ഒരാഴ്ചയ്ക്ക് ശേഷം സെപ്റ്റംബർ 14 അദ്ദേഹം മരണപ്പെട്ടു. ലിയോൺ എഫ് സോൾഗോസ് എന്ന 28 വയസ്സുകാരനായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. വെടിയുതിർത്ത് താനാണെന്ന് ലിയോൺ സമ്മതിച്ചു. 1 മാസത്തെ കോടതി വിചാരണയ്ക്ക് ശേഷം വധശിക്ഷയ്ക്ക് വിധിച്ചു. അരാജകത്വവാദിയായിരുന്ന ലിയോണിന് 1893 സാമ്പത്തിക മാന്ദ്യത്തിൽ ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഇതാണ് കൊലയ്ക്ക് കാരണം. ലോകത്തിലെ എവർഗ്രീൻ മർഡർ മിസ്റ്ററി ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ പ്രസിഡന്റും ലോകം മുഴുവൻ ആരാധകരുമുള്ള കെന്നഡിയുടെ വധമാണ്. 100 കണക്കിന് നോവലുകൾക്കും സിനിമകൾക്കും വിഷയമായ സംഭവം ഇന്നും ലോകത്തിന് മുന്നിൽ ഒരു പ്രഹേളികയാണ്. കെന്നഡി കൊലയുടെ യഥാർത്ഥ കാരണം ഇന്നും പിടികിട്ടിയിട്ടില്ല. 1963 നവംബറിൽ ഭാര്യ ജാക്ലിൻ കെന്നഡിക്കൊപ്പം ഡാലസ് സന്ദർശിക്കുന്നതിനിടെയായിരുന്നു വെടിയേറ്റത്. ഹൈ പവർ റൈഫിൾ ഉപയോഗിച്ച് കെന്നഡിക്ക് നേരെ ആക്രമി വെടിയുതിർത്തു. ഗുരുതരമായി പരിക്കേറ്റ കെന്നഡിയെ പാർക്ക്ലാൻഡ്സ് മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കൊലപാതകം നടത്തിയത് ലീ ഹാർവി ഒസ്വാൾഡ് എന്നയാളായിരുന്നു. അറസ്റ്റിന് 2 ദിവസത്തിനു ശേഷം കൗണ്ടി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കെന്നഡിയുടെ ആരാധകനായ ഒരു നിശാ ക്ലബ് ഉടമ ജാക്ക് റൂബി പ്രതി ലീ ഹാർവിലെ വെടിവെച്ച് കൊന്നു. ഇതോടെ കേസിലെ ഗൂഢാലോചന അജ്ഞാതമായി തുടർന്നു. CIA, അമേരിക്കൻ മാഫിയ, ലിൻഡൻ ജോൺസൺ, ഫിദൽ കാസ്ട്രോ, KGB തുടങ്ങി പല ഉന്നത സ്ഥാപനങ്ങളും സംശയനിഴലായെങ്കിലും ഇന്നുവരെ കൊലയുടെ യഥാർത്ഥ കാരണം പിടികിട്ടിയില്ല. സാക്ഷാൽ റൊണാൾഡ് റീഗനും ജോർജ് ബുഷും തലനാരിഴയ്ക്കാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ബ്രേക്കപ്പിന്റെ പേരിൽ തോക്കെടുത്ത് സ്കൂളിലെത്തി സകലരെയും വെടിവെച്ചിടുന്ന ഒരു 17-കാരനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? എന്നാൽ അമേരിക്കയിൽ അത് പുതുമയുള്ളതല്ല. ആ രാജ്യത്തെ ഏറ്റവും വലിയ തലവേദനയാണ് സ്കൂളിലെ വെടിവെപ്പുകൾ. 2025 ക്യാമ്പസ് ഷൂട്ടൌട്ടുകളുടെ എണ്ണത്തിലും വർധനയുണ്ടായിട്ടുണ്ട്. ഈ വർഷം 91 സ്കൂൾ വെടിവെപ്പ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. അതിൽ 31 പേർ മരിക്കുകയും 89 പേർ പരിക്കേൽക്കുകയും ചെയ്തു. കൊളറാഡോയിലെ എവർഗ്രീൻ ഹൈസ്കൂളിൽ ഈയിടെ വെടിവെപ്പുണ്ടായി. ഒരു വിദ്യാർത്ഥി 2 കൂട്ടുകാരെ വെടിവെച്ച് പിന്നീട് സ്വയം വെടിവെച്ച് മരിച്ചു. 2 വിദ്യാർത്ഥികൾ ഗുരുതരമായി പരിക്കേറ്റു. ഇതിനുശേഷമാണ് യൂറ്റാ വാലി യൂണിവേഴ്സിറ്റിയിൽ ചാർലി കിർക്ക് വെടിവെപ്പിൽ മരിച്ചത്. സ്കൂളുകളിലെ ആവർത്തിക്കുന്ന വെടിവെപ്പുകൾക്ക് കാരണം ഗൺ നിയമങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവയാണെന്ന് പറയാം. ഈ പ്രശ്നം പരിഹരിക്കാൻ ശക്തമായ നിയമങ്ങൾ, മികച്ച മാനസികാരോഗ്യ സേവനങ്ങൾ, സാമൂഹിക പിന്തുണ എന്നിവ ആവശ്യമാണ്. 1999 കൊളറാഡോ ഹൈസ്കൂളിൽ ഉണ്ടായ സംഭവമാണ് സ്കൂൾ വെടിവെപ്പ് കേസുകളിൽ എടുത്തു പറയേണ്ടത്. അന്ന് 12 പേരാണ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് ശേഷം പ്രതി സ്വയം വെടിയുതിർത്ത് മരിക്കുകയും ചെയ്തു. 2005 2007 സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തു. 2005 റെഡ് ലേക്ക് സ്കൂളിലും 2007 വെർജീനിയ ടെക് ക്യാമ്പസിലുമാണ് വെടിവെയ്പ് ഉണ്ടാകുന്നത്. റെഡ് ലേക്ക് സ്കൂളിലേക്ക് നടന്ന വെടിവെപ്പിൽ 10ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു.
സ്വന്തം മുത്തശ്ശനെ കൊന്ന ശേഷം അക്രമി സ്കൂളിന് നേരെ വെടിയുതിർക്കുകയും സ്വയം മരിക്കുകയും ചെയ്തു. 2007 23കാരൻ 32 പേരെയാണ് കൊന്നത്. 23കാരനും സ്വയം വെടിയുതിർത്ത് മരിച്ചു. 2012 സാൻഡി ഹുക്ക് എലമെന്ററി സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിന് പിന്നിൽ 19കാരനാണെന്നതാണ് ശ്രദ്ധേയം. 2015 UMPQUA കമ്മ്യൂണിറ്റി കോളേജിൽ ഒക്ടോബറിൽ ഉണ്ടായ വെടിവെപ്പിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. ശേഷം പ്രതി സ്വയം വെടിയുതിർത്ത് മരിച്ചു. 2018 മെയ്യിൽ സാന്റാ ഫേ ഹൈസ്കൂളിൽ 10 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരുന്നു. കൂടുതലും കുട്ടികളാണ് കൊല്ലപ്പെടുന്നത്. 17കാരനായിരുന്നു പ്രതി. 2018 ഫെബ്രുവരിയിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തു. പാർക്ക്ലാൻഡിലുള്ള മാർജോറി സ്റ്റോൺമാൻ ഡൗഗ്ലാസ് ഹൈസ്കൂളിലാണ് വെടിവെപ്പ് നടന്നത്. അന്ന് 14 കുട്ടികളും 3 ജീവനക്കാരും അടക്കം 17 പേരാണ് കൊല്ലപ്പെടുന്നത്. 20കാരനായിരുന്നു അന്ന് സ്കൂളിൽ വെടിവെപ്പ് നടത്തിയത്. വെടിവെപ്പ് കേസുകൾ പരിശോധിക്കുമ്പോൾ പ്രതികളിൽ കൂടുതലും 22 വയസ്സിൽ താഴെയുള്ളവരാണെന്ന് കാണാം. 2022 ടെക്സസിൽ മരിക്കുവാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞാണ് റോബ് എലമെന്ററി സ്കൂളിൽ ഉണ്ടായ വെടിവെപ്പിൽ അക്രമി റാമോസ് എത്തിയത്. 19 വിദ്യാർത്ഥികളും 2 അധ്യാപകരും ഉൾപ്പെടെ 21 പേരാണ് മരിച്ചത്. മുത്തശ്ശിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് കൈത്തോക്കും റൈഫിളുമായി അക്രമി സ്കൂളിൽ ആക്രമണത്തിനെത്തിയത്. മോശം അക്കാദമിക് പ്രകടനം, ഹാജർ കുറവ് എന്നിവ കാരണം റാമോസ് ഹൈസ്കൂളിൽ നിന്നും പുറത്തായിരുന്നു. ഈ ആക്രമണത്തിനിടെയാണ് തോക്ക് നിയമത്തിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നെങ്കിലും പിന്നീട് അത് എവിടെയും എത്തിയില്ല. പ്രണയത്തകർച്ച തൊട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾക്കും മാർക്ക് കിട്ടാത്തതിനും വരെ കുട്ടികൾ തോക്കെടുക്കുന്ന അവസ്ഥ അമേരിക്കയിലുണ്ട്. കുറച്ചു കാലം മുമ്പ് ഒരു 2 വയസ്സുകാരൻ തോക്ക് അബദ്ധത്തിൽ ഉപയോഗിച്ച് പിതാവ് മരിച്ചതും വലിയ വാർത്തയായിരുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമായിരുന്നിട്ട് കൂടി അമേരിക്കയിൽ യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ അസ്വസ്ഥത നിലനിൽക്കുകയാണ്. വർണ്ണവിവേചനവും വംശവെറിയും രാജ്യത്ത് വർദ്ധിക്കുകയാണെന്ന് വിവിധ സംഘടനകൾ പറയുന്നു. അമേരിക്കയിൽ 82% വരുന്ന വെളുത്ത വർഗ്ഗക്കാരും 13% വരുന്ന ആഫ്രോ അമേരിക്കക്കാരും തമ്മിലെ വംശീയ പ്രശ്നങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. റിപ്പബ്ലിക്കൻ പാർട്ടിയെ അനുകൂലിക്കുന്നവരാണ് ഭൂരിഭാഗം വെളുത്ത വർഗ്ഗക്കാരും. പ്രശ്നമുണ്ടാകുമ്പോൾ സ്വയരക്ഷയ്ക്ക് ആഫ്രോ അമേരിക്കക്കാരെ നേരിടാൻ ആയുധങ്ങൾ കയ്യിലുണ്ടാവണം എന്നൊരു ചിന്ത ഈ വെളുത്ത വർഗ്ഗക്കാർക്കിടയിലുണ്ട്. ഇസ്ലാമിക സംഘടനകൾ അടക്കം നടത്തുന്ന പ്രശ്നങ്ങൾ നവവംശീയവാദികൾക്ക് ആയുധമാവുകയാണ്. ഇത്തരത്തിലുള്ള വിവിധ തരത്തിലെ അസ്വസ്ഥതകൾ ഫലത്തിൽ വെടിവെപ്പിലേക്കാണ് നയിക്കാറുള്ളത്. ഇക്കഴിഞ്ഞ ലേബർ ഡേ വാരാന്ത്യത്തിൽ ഷിക്കാഗോയിൽ നടന്നത് 37 വെടിവെപ്പുകളാണ്. 8 പേർ കൊല്ലപ്പെട്ടു, 50 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച രാത്രി വരെ നഗരത്തിൽ 37 വെടിവെപ്പുകൾ ഉണ്ടായി. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഷിക്കാഗോയിലെ തെരുവുകളിൽ ഫെഡറൽ ഏജൻസികളെയോ ദേശീയ സേനയോ വിന്യസിക്കാനുള്ള ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഈ വാരാന്ത്യത്തിലെ ആക്രമണങ്ങൾ ദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടി. വാഷിംഗ്ടൺ DC-യിൽ കുറ്റകൃത്യങ്ങൾ, കുടിയേറ്റം, ഭവനരഹിതർ എന്നിവയെ ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം അടുത്തിടെ ദേശീയ സേനയെ വിന്യസിച്ചിരുന്നു. മുൻപ് ലോസ് ആഞ്ചൽസിലേക്കും സേനയെ അയച്ചിരുന്നു. ട്രംപ് ഇലിനോയ്സ് ഗവർണർ ജെബി പ്രിറ്റ്സ്കറിന് ഒരു സാമൂഹിക മാധ്യമ പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകി. ഷിക്കാഗോയിലെ കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ വരുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്നാൽ ഷിക്കാഗോയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൊലപാതകങ്ങളും വെടിവെപ്പുകളും കുറഞ്ഞിട്ടുണ്ടെന്നും പോലീസ് പറയുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി 1 മുതൽ സെപ്റ്റംബർ 1 വരെ 404 കൊലപാതകങ്ങൾ നടന്നപ്പോൾ ഈ വർഷം ഇതുവരെ 279 കൊലപാതകങ്ങളാണ് നടന്നത്. 2024 ഇതേ കാലയളവിൽ 1586 വെടിവെപ്പുകൾ നടന്നപ്പോൾ ഈ വർഷം ഇതുവരെ 1026 വെടിവെപ്പുകളാണ് നടന്നതെന്നാണ് കണക്ക്. കണക്കിലെ കളികൾ എന്തൊക്കെ തന്നെയായാലും അമേരിക്കയെ പോലൊരു രാജ്യത്ത് വലിയ ഭീഷണി തന്നെയാണ് ഈ തോക്ക് സംസ്കാരം. അത് പരിഹരിക്കാൻ ട്രംപിന് കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കിർക്കിന്റെ കൊല ആ രീതിയിലേക്കാണ് ചർച്ചകളെ മാറ്റുന്നത്. നമ്മുടെ രാജ്യത്ത് 130 കോടി ജനങ്ങളിൽ 34 ലക്ഷം പേർക്ക് മാത്രമേ തോക്ക് ലൈസൻസ് ഉള്ളൂ. പക്ഷേ ബീഹാർ, UP, ജാർഖണ്ഡ് തുടങ്ങിയ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചിലർ അനധികൃതമായി തോക്കുകൾ കൈവശം വയ്ക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ പരിചയതയുള്ള രാജ്യം കൂടിയാണ് അമേരിക്ക. ഈ ഗൺ കൾച്ചറിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചർച്ചകൾ ഇവിടെ മുളയിലേ നുള്ളപ്പെടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം.